കഥാപാത്രത്തിൻ്റെ പേര് ലിൻഡ ലൂക്കോസ് ആണ്. ആലക്കോടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ആ പ്രദേശത്തുള്ള ഒരു നേഴ്സാണ്. അപ്പോൾ വെരി എന്താ പറയുക, എനിക്ക് ഇഷ്ടത്തോടു കൂടെ ഞാൻ ചെയ്ത കഥാപാത്രമാണ്. സിമ്പിളായിട്ടുള്ള കഥാപാത്രമാണ്. അങ്ങനെ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു പരിവേഷമൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഏതൊരു സാധാരണക്കാരിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതെ, ഗ്രാമീണ പശ്ചാത്തലമാണ് ഈ സിനിമയുടെ. പക്ഷെ മറ്റേ ഒരു പറയുന്നത് ഭർത്തായ ആ ഒരു ഇതല്ല, നാടൻ വേഷമാണ് എന്നതിലുപരി ഇത് വളരെ സിമ്പിളായിട്ട് എന്നാൽ ഇമോഷൻ വെച്ച് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നുള്ളൂ കഥാപാത്രം. ഞാൻ ലുക്സിൻ്റെ മാത്രം ഇതിലല്ല പറയുന്നത്. നാടൻ വേഷം ഇട്ടത് കൊണ്ട് കഥാപാത്രം സിമ്പിളാവുന്നതല്ല, പക്ഷെ ക്യാരക്ടർ സ്കെച്ച് അങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു സന്തോഷേട്ടൻ്റെ പനിയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരീസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെയും ഒരു സ്ക്രിപ്റ്റ് സന്തോഷത്തിൽ കേട്ടായിരുന്നു. അതൊക്കെ എനിക്ക് മനസ്സിലായത് കുറേ കൂടി ഇമോഷൻസായിട്ട് കണക്ട് ചെയ്ത് ആൾക്കാരെ കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വിധമാണ്. ആ ഒരു വാല്യൂ, അങ്ങനത്തെ ഒരു വാല്യൂ ഉള്ള സ്ക്രിപ്റ്റ്സാണ് സന്തോഷേട്ടൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്, ഇറ്റ് വിൽ നോട്ട് ഫീൽ ടു ടച്ച് യുവർ ഹാർട്ട്. ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സിമ്പിൾ ഫീൽ ഗുഡ് ഫിലിം ആയിരിക്കും. ഞാൻ പറഞ്ഞത് പറ്റുന്നത്. ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്, വലിയ വലിയ ചിത്രങ്ങൾ ഇതിലൂടെ ഇറങ്ങുന്നതാണ്. നമ്മുടെ സിനിമ നമുക്ക് ഏറ്റവും വലുതാണ്. അത് നമുക്ക് അതിലൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം വലിയ പടങ്ങളുടെ ഇടയിൽ തന്നെ ചെറിയ പടങ്ങളും അതിനും സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും പറയാൻ പറ്റുള്ളൂ. ഈ വലിയ മാർക്കറ്റിംഗ് രീതിയിൽ വെച്ചിട്ട് നമുക്ക് പിടിച്ചു നിന്നേ പറ്റും. ഞാൻ ഒരു പടത്തിൻ്റെ ഷൂട്ടിലാണ്. ഇന്ന് വൈകുന്നേരം ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് പൊള്ളാച്ചിയിലേക്ക് വിനീത് ശ്രീനിവാസൻ്റെ പടത്തിലേക്ക് പോകണം. നല്ല തിരക്കിലാണ്, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. അല്ലെങ്കിൽ മറ്റ് സമയക്കുറവ് കൊണ്ട് മാത്രം. ഞാനിതിൽ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ, വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ ഗംഭീരമായിട്ടുള്ളൊരു, എനിക്ക് തോന്നുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അതേപോലെ പ്രയാഗയും ശ്രീകാന്തും ഒക്കെ എല്ലാവരും അവരുടെ റോളുകൾ വളരെ, രഞ്ജിത് പണിക്കർ സാറ് വളരെ നന്നായിട്ട് ഇതിലൊരു ഒരു സദാനന്ദ മാസ്റ്ററായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും തോമസ് ഏട്ടനായിട്ടാണ് ശ്രീകാന്തേട്ടൻ വന്നിട്ടുള്ളത്. പ്രയാഗ ലിൻഡ ലൂക്കോസ് ആയിട്ട് ഒരു ആശുപത്രിയിലെ, കോപ്പറേറ്റീവ് ആശുപത്രിയിലെ ഒരു നഴ്സാണ്. വളരെ ഡൗൺ ടു എർത്തിലെ കഥാപാത്രങ്ങളാണ് മുഴുവൻ. ഒരു പക്ക കണ്ണൂരെ ഹൈവേയിൽ മലയോരത്ത് താമസിക്കുന്ന ഒരു കട്ടപ്പനയിൽ നിന്ന് കണ്ണൂരിൽ വന്ന് താമസിക്കുന്ന ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ഉണ്ടാകുന്ന സബ്ജക്റ്റാണ്. അതിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ സബ്ജക്റ്റ് ഞാൻ സ്ക്രിപ്റ്റാക്കിയത്. ശരിക്കും എങ്ങനെ റീൽസ് അങ്ങനത്തെ അത്രയും പനിയെന്ന ചിത്രം നോക്കിയാൽ അതൊരു റിയൽ ഇൻസിഡൻസ് ബേസ് ചെയ്ത് ഇങ്ങനെ റിയൽ ഇൻസിഡൻസിൽ ബേസ് ചെയ്യുന്ന ചിത്രം മനസ്സിലാക്കി അത് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? കാരണം ഇപ്പോഴും അങ്ങനത്തെ കസ്റ്റമൊക്കെ നടക്കുന്നുണ്ട്. താങ്കൾ ചിത്രം ഇറങ്ങിയത് അപ്പോൾ അങ്ങനെ മെസ്സേജ് കിട്ടിയിട്ട് പോലും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അല്ല, അത്തരം സിനിമകൾ നമുക്ക് സിനിമ കൊണ്ട് ഈ ലോകം നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ നമ്മളുടെ മീഡിയ എന്നുള്ള രീതിയിൽ, ഈ പവർഫുള്ളായിട്ടുള്ള ഈ മാധ്യമം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പനി ഇപ്പോഴും നടക്കുന്നുണ്ട്. അവിടെ മേഴ്സി കില്ലിംഗ് ഇപ്പോഴും നടക്കുന്നുണ്ട്. മാതാപിതാക്കളെ മക്കൾ തന്നെ കൊല്ലുന്ന ഒരു ആചാരമാണ്. അത് ഇന്ന് പല രീതിയിൽ അത് മിസ്യൂസ് ചെയ്യുകയാണ്. അതാണ് പനിയുടെ കാലിക പ്രസക്തി. അതുപോലെ ഇതും ഒരു ഫീൽ ഗുഡാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു നടന്ന കാര്യമാണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത്.
ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഡാൻസ് പാർട്ടി അതിലൊരു ഭയങ്കര ഓക്കെ ആയിട്ട് ഒരു ബ്ലാസ്റ്റ് ചെയ്ത തരത്തിലുള്ളൊരു കഥാപാത്രമാണ് ചെയ്തത്. അപ്പം അപ്പോൾ അതിൽ നിന്നും ഇതിലേക്ക് വരുന്ന ഗ്രാമീണ ഒരു തലത്തിലുള്ള ഒരു സാധാ പെൺകുട്ടി എന്ന രീതിയിൽ അപ്പം ഏത് തരം ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം, ഏത് തരം കഥാപാത്രം ചെയ്യാനാണ് ഏറ്റവും എളുപ്പം? അതിൽ എന്താണ് ലിൻഡ ലൂക്കോസ് അല്ലെങ്കിൽ ബുള്ളറ്റ് ഡയറീസിൽ നിന്നുമാണ് ഞാൻ ഡാൻസ് പാർട്ടിയിലേക്ക് പോയത്. കാരണം ബുള്ളറ്റ് ഡയറീസ് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഡാൻസ് പാർട്ടിക്ക് ജസ്റ്റ് ഡാൻസ് പാർട്ടി സോ ഹാപ്പി അത്രേ ഉള്ളൂ. അതായത് ഞാനിങ്ങനെ എനിക്കിഷ്ടമുള്ള പോലെ നടക്കുന്ന സമയത്ത്, ഞാൻ വലിയ കാര്യമായിട്ട് സിനിമയിൽ കമ്മിറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് തലമുടിയിലേക്ക് കളറടിച്ച് നടന്നപ്പോൾ സോഞ്ചായിട്ട് ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു, അങ്ങനെ ഈ ലുക്ക് കുഴപ്പമില്ല പ്രയാഗ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത പടം അത്രേ ഉള്ളൂ. ഇതങ്ങനെയല്ല, സ്ക്രിപ്റ്റ് കേട്ട് എനിക്ക് ഇഷ്ടമായി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. കംഫർട്ടബിൾ ടീമാണ്. സന്തോഷം സ്വീറ്റ് ആർട്ട് വർക്ക് ചെയ്യാനായിട്ടും അല്ലാതെ നല്ല മനുഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രതീതിയാണ് നമുക്കിപ്പോൾ. ശ്രീകാന്തായിട്ട് ഇസ് മോർ ലൈക്ക് എ ഫാമിലി മെമ്പർ. ധ്യാനായിട്ട് എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. അപ്പം ഒരു വർക്കിംഗ് കെമിസ്ട്രി ഉണ്ട് നമുക്കപ്പം എല്ലാ ആസ്പെക്റ്റ് നോക്കുമ്പോഴും ഇത് എടുത്ത് ചെയ്യാമല്ലോ എന്ന് തോന്നി. അങ്ങനെ ചെയ്ത പടമാണ്. പിന്നെ പെർഫോമൻസ് വൈസ് ഞാൻ മലയാളത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് പെർഫോമൻസ് സ്കോപ്പുള്ളൊരു കഥാപാത്രം കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഉണ്ടാവും. പക്ഷെ നിങ്ങളാരും ചിലപ്പം അത് അത്ര കമേഴ്ഷ്യലി ഇപ്പോൾ വിശ്വാസപൂർവ്വം മനസ്സോടെ ഞാൻ ചെയ്തിട്ടുണ്ട്. മത്സരമുണ്ട്. അത്തരം കഥാപാത്രങ്ങൾ സബ്സ്റ്റൻസുള്ള സ്പേസുള്ള എന്നെ ചാലഞ്ച് ചെയ്യുന്ന ഐ തിങ്ക് ദാറ്റ്സ് ദ റൈറ്റ് ഉള്ളൂ കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ നമുക്കിപ്പോൾ ഡ്യൂ കോഴ്സ് വരുന്നതല്ലേ എടുക്കാൻ പറ്റും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലിൻഡ ലൂക്കോസ് ഒരു താരതമ്യേന നമ്മൾ ഡാൻസ് പാർട്ടി എന്ന് പറയുന്നത് അടിച്ച് പൊളിച്ച് ഒന്നും നോക്കാതെ ആഘോഷിച്ച് ചെയ്യുന്ന പടമാണ്. ഷൈനുണ്ട്, ബാസിയുണ്ട്, കൃഷ്ണനുണ്ട്, സോമചേട്ടൻ, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത പടമാണ്. ഇത് അങ്ങനെയല്ല, കുറച്ചും കൂടെ പ്രിപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. കഥാപാത്രം ഉൾക്കൊള്ളാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം അത് വന്നു ആയി എന്നൊക്കെ ഉള്ളത് സംവിധായകനും പിന്നെ നാളെ കാണാൻ പോകുന്ന നിങ്ങളെല്ലാവരും ആണത് തീരുമാനിക്കേണ്ടത്. But yeah, I hope to do more of these kind of roles that are relatable. അതെ, ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന റോൾസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഈ ടൈപ്പ് ക്യാരക്ടർ ചെയ്യാനാണ് ഈ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പ്രയാഗ ഈ ഗ്രാമീണ തലത്തിലുള്ള പശ്ചാത്തലത്തിലുള്ള ചെയ്യാനാണ് ഇന്ന് കമന്റിലൊക്കെ വരാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും ഞാൻ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ തരത്തിലും ഒരു അവയർനെസ് വേണമല്ലോ ഒരു ആക്ടർ ആകുമ്പോൾ. പേഴ്സണൽ ലൈഫ് വേറെ, അപ്പോൾ എങ്ങനെ നടക്കുന്നു എന്താണ് ചെയ്യണമെന്നുള്ളതൊരു ആദ്യം ലുക്ക് ഔട്ട് ആവേണ്ട ആവശ്യമില്ല. പക്ഷേ കഥാപാത്രങ്ങൾ തീർച്ചയായിട്ടും ഓഡിയൻസ് എന്താണ് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ പൊട്ടൻഷ്യൽ ഞാനും എക്സ്പ്ലോർ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പം എൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതോ അതൊക്കെ ആൾക്കാർക്ക് ചിലപ്പം എക്സ്പെക്ട് ചെയ്തെടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. ഞാനും അങ്ങനെ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ആക്ടറാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആ ഒരു പോയിന്റ് എടുത്ത് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ടൈമുണ്ട്. ഞാനങ്ങനെ ഒരു ഷെൽഫ് ലൈഫ് കാണുന്നില്ല. ഇത്രയും നാൾ സിനിമയിൽ നിന്നിട്ട് പിന്നെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് പറ്റാവുന്ന കാലത്തോളം സിനിമകൾ ചെയ്യാൻ നല്ല കഥാപാത്രങ്ങൾ എനിക്ക് ഒരു ധൃതിയില്ല. എൻ്റെ സമയമെടുത്ത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഞാനും ബെറ്റർ ആവട്ടെ. ഞാനും ലൈഫിൽ കുറേ എക്സ്പീരിയൻസസ് ഒക്കെ കിട്ടി. നല്ല നല്ല സിനിമകൾ നല്ല നല്ല ആക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയും ഒക്കെ കൂടെ വർക്ക് ചെയ്ത് ഞാനും കുറച്ച് അറിവ് നേരിട്ട് അപ്പം ഞാനും ഓട്ടോമാറ്റിക്കലി നാച്ചുറലി ബെറ്റർ ആവും. നാച്ചുറൽ പ്രോഗ്രഷൻ ഉണ്ടല്ലോ എല്ലാ ആക്ടേഴ്സിനും, അല്ലെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രോത്ത് എനിക്കും ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടാവട്ടെ ആണ് ഞാൻ വിചാരിക്കുന്നത്. തമിഴിലെ ചിത്രം നല്ല രീതിയിൽ ഒരു വൈറൽ ചിത്രമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രം അതേപോലത്തെ കഥാപാത്രം മലയാളത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചു. അതുപോലത്തെ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മലയാളത്തിൽ അതേപോലെ റെലവൻ്റ് ആയിട്ടുള്ള യെസ്, തമിഴിലെ പിസാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. മിഷ്കിൻ സാറിൻ്റെ പിസാസ് എനിക്ക് ഒത്തിരി ഇപ്പോഴും ആൾക്കാർ അത് നോട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട്. എന്നാൽ എനിക്ക് ഒരു ഡയലോഗുള്ള സിനിമയിൽ അപ്പ എന്ന് വിളിക്കുന്നു ഒറ്റൊരു ഡയലോഗ്. അപ്പം അങ്ങനെ പറയുമ്പോൾ നവരസത്തിൽ ഒരുപാട് ഡയലോഗുണ്ട്, പാട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഗൗതം സാറിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും, സൂര്യ സർ, നെറ്റ്ഫ്ലിക്സ്, പി.സി. ശ്രീറാം സർ,
Maniratnam sir producing it. That was like a package, like a performance, out and out. തുടക്കം തൊട്ട് ഒടുക്കം വരെ പറയുന്നത് എത്രത്തോളം ഇമ്പാക്റ്റ് ഒരു കഥാപാത്രം ഓഡിയൻസിന് ഉണ്ടാക്കുന്നു എന്നതിൽ കൂടെയുണ്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പം നാളെ എനിക്ക് സന്തോഷമായിട്ട് നല്ലൊരു സ്ക്രിപ്റ്റ് എനിക്ക് തന്നിട്ട് എടുത്ത് പറയുകയാണ്, വേറെ ഒരു 5 മിനിറ്റേ ഉള്ളൂ അല്ലെങ്കിൽ 5 സീനേ ഉള്ളൂ. ബട്ട് ഇഫ് ദാറ്റ് ഈസ് ഇമ്പാക്റ്റ്ഫുൾ, ആസ് എൻ ആക്ടർ എനിക്കത് ചലഞ്ചിങ് ആയിട്ട് എൻ്റെ ആക്ടറിൻ്റെ ബെസ്റ്റ് പുറത്ത് കൊണ്ടുവരാൻ പൊട്ടൻഷ്യലുള്ളൊരു കഥാപാത്രമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്കിനി അങ്ങനത്തെ കുറച്ച് സ്പേസ് ക്യാരക്ടേഴ്സും എക്സ്പ്ലോർ ചെയ്യണം എന്നാണ്. ഈ നായിക എന്ന് പറഞ്ഞ് മറ്റേ ആ ഒരു ബോക്സിൽ മാത്രം ഞാൻ ഐ ഡോണ്ട് കെയർ ഹൗ പീപ്പിൾ സീ മീ, വ്യൂ മീ, പോയിന്റ് വരെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഐ ഡോണ്ട് റിയലി കെയർ. അപ്പം ഐ വുഡ് ഓൾസോ ലൈക്ക് ടു എക്സ്പ്ലോർ ക്യാരക്ടർ ഓൾസോ. സോ yeah, that's about it. കൂടെ അഭിനയിക്കുന്നത് പ്രയാഗ മാർട്ടിൻ അല്ലെങ്കിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസ്, ഇവരൊക്കെ പുതുതലമുറയിൽ ഇപ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവരുടെ കൂടെയൊക്കെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായോ? നല്ല ചോദ്യമാണ്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഞാനും പുതിയ മുഖമല്ലേ പറയണത്. ഞാനും കുറച്ച് മുമ്പ് പറയാൻ പറഞ്ഞതുപോലെ പുതിയ എന്തെങ്കിലുമൊക്കെ പരിപാടികളിൽ അച്ഛൻ പരിപാടിയല്ലാതെ വേറെ എന്തെങ്കിലും കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പോലീസുകാരനായിട്ടാണ് ഇപ്പം ഒരു 13-14 സിനിമകൾ അഭിനയിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതന്നെ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് സിനിമ മാറുന്നുണ്ട്, സിനിമയിലെ കഥ പറച്ചിൽ മാറുന്നുണ്ട് അല്ലേ. നമ്മുടെ പുതിയ സങ്കേതങ്ങൾ പോയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു ചലഞ്ചാണ്. പെർഫോം ചെയ്യുമ്പോഴും നമുക്ക് കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുമൊക്കെ ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവുന്നുണ്ട്. അത്രേ ഉള്ളൂ. അത് പിന്നെ എന്താ പറയുക, ഒരു കൂട്ടായിട്ടുള്ള പരിപാടിയാണല്ലോ. അതിൽ നിങ്ങൾ ക്യാമറയുടെ പുറകിലുള്ള ആൾക്കാരെ കാണുന്നില്ലാതെ ഉള്ളൂ. അവരാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഥാപാത്രങ്ങളെ തീരുമാനിക്കുന്നത് പലപ്പോഴും എത്രയോ നാൾ മുമ്പ് ഇതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകരൊക്കെയാണ്. ഇത് ശ്രീകാന്തുള്ളിയാണ് ചെയ്യേണ്ടതെന്ന് അവർ എത്രയോ നാൾ മുമ്പ് തീരുമാനിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പകുതി ജോലി കഴിയും. നമ്മളാണിത് ചെയ്യേണ്ടതെന്ന് അവർ തീരുമാനിച്ചു കഴിയും. പിന്നീട് അവർക്ക് നമുക്ക് ബ്രീഫ് വരുന്നു. ആ ബ്രീഫ് അനുസരിച്ച് അവർ പറയുന്നിടത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ്. അത് ശരിക്കും ചലഞ്ച് തന്നെയാണ്. പുതിയ ആൾക്കാർ എന്നൊന്നുമില്ല. നമ്മൾ ക്യാമറ ഓൺ ആയാലും പുതിയതും കഴിയുന്നില്ല. അതിനു വേണ്ടി പ്രിപ്പയർ ആവുക ചെയ്യാനുള്ളതാണ്. അത്തരത്തിലുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ പ്രയാഗൊപ്പായാലും ധ്യാൻഡൊപ്പായാലും അതിന് മുമ്പുള്ള പ്രീ വർക്ക്സ്, ഇപ്പം ഷൂട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഡയലോഗ്സ് വീണ്ടും ഒന്നുകൂടി പറഞ്ഞു നോക്കുകയും ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവുമെന്ന് നോക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. അത് ആ പ്രോസസ്സ് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു പരിധിവരെ ഞാൻ ആ കാര്യത്തിൽ രക്ഷപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇവിടെ ഉള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. കൂടെ നിൽക്കുന്ന കൂടെയുള്ള ഫെയിലിൽ നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരാണ് ആ സമയത്ത് നമുക്ക് പോകുള്ളൂ. ബാക്കി എല്ലാവരും പിന്നോട്ട് മാറിയിട്ട് ക്യാമറ ഓൺ ആവുകയാണല്ലോ. അപ്പോൾ അത് ശരിക്കും ചലഞ്ച് തന്നെയാണ്. ഇപ്പം കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളൊരു ടേക്കേ കാണുന്നുള്ളൂ. കുറച്ച് എത്രയോ ടേക്കുകൾ കഴിഞ്ഞിട്ടാണ് ഒരു ടേക്കിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ആ പ്രോസസ് എപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചു കാലം കൂടി എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ വലിയ വലിയ ആക്ഷൻ സിനിമകളുടെ പാക്കേജുകളൊക്കെ കുറച്ചുകൂടെ ഫാമിലി ഓറിയന്റഡ് സിനിമകളൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഫാമിലി അങ്ങനെ വന്നിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ ഒരു സിനിമ റെലവൻ്റ് ആയിട്ട് വരുന്നുണ്ട്, ഓടാൻ സാധ്യതയുണ്ടോ? ശരിക്കും ഈ ബുൾഡേരീസിന്റെ റിലീസിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചെങ്കിൽ അതൊരു കോയിൻസിഡന്റൽ സംഗതിയാണ്. നമ്മൾ ധരിച്ചൊരു 1.5 വർഷം മുമ്പൊക്കെ നമ്മളെ ഏറെക്കുറെ സിനിമ തീർത്ത് റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. പല കാരണങ്ങളാണ്. കൊറോണ ഇഷ്യൂസ് വന്നു, പല സിനിമകളും റിലീസ് ചെയ്യാൻ വെച്ചിരുന്നാലും ലേറ്റായി. അപ്പോൾ നമ്മുടെ സിനിമ കൊച്ചു സിനിമ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിലീസിന് തിയേറ്ററുകളിലും ഡിസ്ട്രിബ്യൂഷൻ പരിപാടികൾ ശരിയാവുകയൊക്കെ ആയിട്ട് സ്വാഭാവികമായിട്ട് വരാവുന്ന ഡിലേ വന്നു. പക്ഷെ അത് വന്ന് ഭവിച്ചത് കുറച്ച് മുമ്പ് സുഹൃത്ത് പറഞ്ഞതുപോലെ ഫാമിലി സിനിമകളുടെ കൂടെ വന്നു. അതൊരു ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ് ആയിട്ട് ഞാൻ വിചാരിക്കുന്നു.
അത് വർക്കാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആക്ഷൻ സിനിമകൾ ഞാൻ കുറച്ചും മുമ്പ് പറഞ്ഞത് അതാണ്. ആക്ഷൻ സിനിമകളിൽ വലിയ വലിയ സിനിമകൾ പോകുമ്പോൾ ഡയറക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ഈ കുഞ്ഞ് ഫാമിലി ഫിലിം ഇതൊരു 100% പ്രയാഗയുടെ പ്രയോഗം, അതായത് ഫീൽ ഗുഡ് പരിപാടിയാണ്. ഭയങ്കര വലിയ മാജിക് ഒന്നും സിനിമയിലില്ല, മറിച്ച് ചെറിയ ഇമോഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബുള്ളറ്റ് ഏറ്റവും കാര്യമായിട്ട് ബുള്ളറ്റ് തുടച്ചു വയ്ക്കുകയും അത് മാറി നിന്ന് നോക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മൾ കുറേ പേരുണ്ടല്ലോ. അതിൻ്റെ ശബ്ദം ഒക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യും. അതെന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിയാൽ നമ്മളെ എഫക്റ്റ് ചെയ്യും. വേറെ കാര്യങ്ങൾ ചിലപ്പോൾ ആ ബുള്ളറ്റിൽ കയറി ഇരുന്നാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ളവരുമുണ്ട്, മറ്റുള്ള ആൾക്കാർ വണ്ടി എടുത്ത് പോകുമ്പോൾ സന്തോഷിക്കുന്നവരുണ്ട്. അപ്പോൾ ഭയങ്കര ഒബ്സെഷനുള്ള ഒരു കഥയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മളുടെ എല്ലാം ഉള്ളിലെ ആ ഒരു ആത്മാംശം പിടികിട്ടുന്ന എനിക്ക് തോന്നുന്നു. നമ്മളെ റിലേറ്റ് ചെയ്യും. അത് ഒരാളല്ല, രണ്ടുപേരുണ്ട് സിനിമയിൽ. ഇതിനോട് രണ്ടുപേരുടെയും അഗ്രസീവ് നേച്ചറുണ്ട്. ഇതിനെ കാണുന്ന രണ്ട് രീതിയിലാണ്. അതാണ് ഈ സിനിമയുടെ ടോട്ടൽ കഥയുടെ പോക്ക്. ഞാനാണോ പറയുന്നത്? ഞാൻ എല്ലാവരും പറയാം. ഓക്കെ, ഇതൊരു കൊച്ചു സിനിമയാണ്. നേരത്തെ പറഞ്ഞത് തന്നെ കടമെടുത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളങ്ങളും ഭയങ്കര അവകാശവാദങ്ങളൊന്നുമില്ല. വളരെ സാധാരണയായ സിനിമ. വളരെ നല്ല പെർഫോമൻസസ് കാണാൻ പറ്റും സിനിമയിൽ. ധ്യാൻ ശ്രീനിവാസന്റെ ഞാൻ ഈ അടുത്ത കാലത്ത് ധാരാളം സിനിമകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ധാരാളം സിനിമ റിലീസ് ആവുന്നുണ്ട്. ധ്യാനിന്റെ വളരെ വളരെ എന്താ പറയുക, ഉള്ളുതൊട്ട് വളരെ സ്വാഭാവികമായി അഭിനയിച്ച ഇമോഷൻസ് ഒക്കെ വളരെ ടൈം എടുത്ത് അതിന് സമയം കൊടുത്തു ഡയറക്ടർ. അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ്. പ്രയാഗയുടേതായാലും കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ഡാൻസ് പാർട്ടിയൊക്കെ നടക്കുമ്പോൾ പ്രയാഗ പറയുമ്പോഴാണ് ഞാൻ ഓർത്തത്. ഡാൻസ് പാർട്ടി ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. കുറച്ച് സീനും സോഹനന്റെ സുഹൃത്താണ് എൻ്റെ അനുജനാണ് ഫിലിമിൻ്റെ എഡിറ്റർ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കുറേ കാലം മുമ്പാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു സമയം, ആ ഒരു സ്ഥലം, ആ ഒരു ടെറൈൻ, ആ ഒരു വീടും ഞങ്ങളെല്ലാവരും അതിലെ കഥാപാത്രങ്ങളായിട്ട് മാറുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് മാവ് പോലെയൊക്കെ ഞങ്ങളും അവിടെ കഥാപാത്രങ്ങളാവുമായിരുന്നു. ഒരു വർക്ക്ഷോപ്പും ഒരു ചെറിയ കവലയും നമ്മളൊക്കെ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ മാത്രം കണ്ടേ. കാരണം നമ്മളൊന്നും ആ സ്ഥലത്തേക്ക് പോകില്ല. ആ സ്ഥലത്ത് താമസിക്കുന്നവരല്ലാതെ ആ ഇടത്തേക്ക് നമുക്ക് പോകാൻ ചാൻസ് കുറവാണ് പൈതൽമലയുടെ മുകളിൽ. പക്ഷെ അവിടെ ഒരു ജീവനുണ്ട്, ഒരു ജീവിതമുണ്ട്, ഒരു ചായക്കടയുണ്ട്. ആലക്കോടാണ് ഈ സ്ഥലം. അപ്പോൾ അവിടെ ഒരു ചെറിയ ചായക്കടയുണ്ട്. അവിടെയും വളരെ സജീവമാണ് ജീവിതം. അതിനിടയിലാണ് നമ്മൾ ഈ കഥാപാത്രങ്ങളെ ഡയറക്ടറോട് പ്ലേസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സുഖവും അതിൻ്റെ സമാധാനവും ഈ സിനിമയ്ക്കുണ്ട്. വളരെ സമാധാനമായിട്ട് പോയിരുന്ന് കാണാവുന്ന ഒരു കുടുംബചിത്രമാണ്. സോ എല്ലാവരും കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. പ്രയാഗയ്ക്ക് ബുള്ളറ്റ് ഇഷ്ടമാണോ? എനിക്ക് ബുള്ളറ്റ് ഇഷ്ടമാണ്. ഈ സിനിമയിൽ ബുള്ളറ്റ് ഓടിക്കാൻ കാണാൻ പറ്റുമോ? അയ്യോ ഇല്ല, എനിക്ക് ബുള്ളറ്റ് കാണാൻ ഇഷ്ടമാണ്, പുറകിലിരുന്ന് യാത്ര ചെയ്യാനും ഇഷ്ടമാണ്. ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചിട്ടുമുണ്ട്, വേറെ ഒന്നുമല്ല, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് മൂവി തന്നെയാണ്. പക്ഷേ എനിക്ക് ടൂ വീലർ പേടിയാണ്. അതിപ്പോൾ സ്കൂട്ടറായാലും ബുള്ളറ്റായാലും ബാക്കി വെറൈറ്റി ഓഫ് ടൂ വീലേഴ്സ് പേടിയാണ് എനിക്ക്. അടുത്ത കഥയ്ക്ക് ബുള്ളറ്റ് ഓടിക്കേണ്ടി വന്നാൽ ചെയ്യില്ല? ചെയ്യും ചേട്ടാ. ചേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, ചാലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനാണ് താല്പര്യം. അപ്പം പേടിയില്ലാതെ പേടിയുള്ള കാര്യങ്ങൾ കറേജോടെ നേരിടുമ്പോഴാണല്ലോ നമുക്ക് വിജയം വരുന്നത്. ഈസി ആയിട്ടുള്ള ജീവിതമോ ഈസി അല്ല. എന്നാൽ ഈ ബുള്ളറ്റ് ഒട്ടുമല്ല, കഥാപാത്രങ്ങൾ ഒട്ടുമല്ല. അങ്ങനെ കഥാപാത്രങ്ങൾ ചെയ്യണം, അല്ല എന്റെ ചാലഞ്ച്. ലൈഫിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യണമെന്നൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെ ബുള്ളറ്റ് ടൂ വീലറിൽ? പേടിയാണെന്ന് പറഞ്ഞല്ലോ. പേടിയാണ്. ആ സിനിമയിലൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് ഓടിച്ചാൽ പോരെ, അത് കുഴപ്പമില്ല. ഒരു ആക്ഷൻ കട്ടിൻ്റെ ഇടയിൽ മാത്രമേ നിൽക്കുള്ളൂ. സിനിമ അറിയാമല്ലോ, സിനിമയിൽ ബുള്ളറ്റ് ഓടിക്കൽ ബേസിക് സംഭവങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് ബുള്ളറ്റ് ഓടിക്കുന്നതായിട്ട് ഉറപ്പല്ല. ഞാനിതിൽ ബുള്ളറ്റ് ഓടിക്കുന്നില്ല. ബുള്ളറ്റ് ഒരു നമ്മുടെ ഇതിൽ പറയാനുള്ളൊരു ബൈക്ക് റൈഡിന്റെ കഥയല്ല, ഇത് ബൈക്ക് റൈഡറിന്റെ കഥയല്ല, ബൈക്കിനെ സ്നേഹിക്കുന്ന ഒരാളുടെ കഥയാണ്. ആരും അങ്ങനെ വിചാരിക്കരുത്. റോഡ് മൂവി അല്ല ഇത്. ഒരു സ്ഥലത്ത് മാത്രമുള്ള ഒരു ബൈക്കിനെ സ്നേഹിക്കുന്ന ഒരാളുടെ കഥയാണ്. ധരിക്കാനേ പാടില്ല. ബൈക്കിനെ സ്നേഹിക്കുന്ന ആളെ സ്നേഹിക്കുന്ന ഒരു സാധാരണ ബുദ്ധി മാത്രമാണ്. സ്കൂട്ടർ ഞാൻ ഓടിക്കുന്നുണ്ട്.
അല്ല അന്തസ്സായിട്ട് വീഴുന്നു സ്കൂളിൽ. ഒരു നിങ്ങളുടെ ഹൃദയത്തിൽ തൊടുന്ന ഒരു കൊച്ചു സിനിമ. എന്തായാലും മനസ്സിൽ ഒരു ഫീൽ ഉണ്ടാക്കാതെ ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ ചേട്ടൻ കണ്ടതുപോലെ എൻ്റെ ആദ്യത്തെ സിനിമ നിങ്ങൾ കണ്ടു തന്നെ പറഞ്ഞു. അപ്പോൾ എന്താണ് തോന്നിയത്? നല്ല ഇമോഷണൽ മൂവിയായിരുന്നു. കിട്ടുന്നുണ്ടല്ലോ. അതുപോലെ അതേപോലെ തന്നെ മറ്റൊരു ഇമോഷണൽ ഫീൽ ഗുഡ്, അത്യാവശ്യം കോമഡിയൊക്കെ ജോണി ആൻ്റണി സാറൊക്കെ നല്ല നന്നായിട്ട് കോമഡിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇമോഷനും പാഷനും അതാണ് ഈ സിനിമ. കൊച്ചു സിനിമയാണ്, വലിയ സിനിമകൾ വരുന്നുണ്ട് അടുത്ത ആഴ്ച. അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് നമ്മുടെ കൊച്ചു സിനിമയും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുള്ള വിശ്വാസത്തിലാണ് നാളെ തിയേറ്ററിൽ മുഴുവൻ ആൾക്കാരും പോയി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. I must appreciate you for watching Pani. ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ടുള്ളൊരു പടമാണ്. മാത്രമല്ല ഇങ്ങനെ മീഡിയ ഇത്രയും വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിലൊരാൾ പറയുന്നത് കമലപ്പെടും. അവിടെ ഏറ്റവും മികച്ച മലയാള സിനിമക്കുള്ള പ്രശസ്തി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എല്ലാവരും സിനിമ കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഇനിയും സിനിമ ചെയ്യാനുള്ള ഊർജം പ്രേക്ഷകർ തരും. ഇതാണ് ഞാൻ പറയുന്നത്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ബുള്ളറ്റും കൂടി ഓടിച്ചു പോയാൽ എനിക്ക് സമാധാനം. സബ്ജക്റ്റ് വൈസാണ് ഞാൻ അതിനെ സിനിമയെ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പനി അത്തരം സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂ ആണ്. ഇന്ന് നടക്കുന്ന ഒരു കസ്റ്റമാണ് അത് തമിഴ്നാട്ടിൽ. ആ കസ്റ്റത്തെ ബേസ് ചെയ്തിട്ടാണ് ആ സിനിമ. പക്ഷേ എൻ്റെ ലൈഫിൽ 2 റിയൽ ഇൻസിഡൻറ്റിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ സിനിമ ബുള്ളറ്റ് ഡയറീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളെ എടുത്തു വരുന്ന സബ്ജക്റ്റ് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും ഈ 2 രീതിയിലുള്ള സിനിമകൾ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇത് നോർമലി നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബുള്ളറ്റിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഫുട്ബോളിനെ വെച്ചിട്ട് അങ്ങനത്തെ സ്പേസിനെസ് ഉള്ള സിനിമകളൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതൊന്നും എങ്ങനെ ഡിപ്പെൻഡ് ആവുന്നു ഈ ബുള്ളറ്റ് ഡയറീസിനെ വെച്ചിട്ട്? അതാണ് ഈ ബുള്ളറ്റിനോടുള്ള പ്രണയമാണ് യഥാർത്ഥത്തിൽ ധ്യാനം. അപ്പോൾ ആ പ്രണയമാണ് നമ്മളിതിൽ സാധാരണ എല്ലാവരുടെ വീട്ടിലും ബൈക്കും ബുള്ളറ്റും കാറുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ എങ്ങനെയാണ് ഒരു വണ്ടിയെ, നമ്മളെ കൊണ്ടുപോകുന്ന വണ്ടിയെ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് പ്രണയിക്കുന്നത് എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. അതിനപ്പുറത്ത് ഈ മറ്റൊരു തലത്തിൽ ഇതൊരു ഇമോഷണലി കണക്റ്റായി മറ്റൊരു വ്യക്തിക്ക് ഇതൊരു ഇമോഷണൽ കണക്റ്റ് ആവുന്ന രീതിയിലേക്ക് ഈ സബ്ജക്റ്റ് മാറുന്നു. അപ്പോൾ പാഷനും ഇമോഷനുമാണ് ഈ സിനിമയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ചേട്ടാ ഈ സിനിമയിൽ എങ്ങനെയാണ് അച്ഛൻ കഥാപാത്രമാണോ സ്ഥിരം? അച്ഛൻ്റെ പ്രായമുണ്ട് പോലെ അച്ഛനാണ് നല്ല പ്രായമായി. ഇനിയുള്ള സിനിമകളല്ല അങ്ങനെ കുറേ അച്ഛന്മാർ ചെറുപ്പക്കാരായി അഭിനയിക്കുന്നതുകൊണ്ടാണ് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഈ അച്ഛൻ്റെ വേഷങ്ങൾ കിട്ടുന്നത്. അച്ഛൻ്റെ മുത്തച്ഛനൊക്കെ ആവുന്ന ആൾക്കാർ 25 വയസ്സ് 30 വയസ്സായിട്ട് അഭിനയിക്കുമ്പോൾ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് അവസരം കിട്ടും. സന്തോഷമാണോ സങ്കടമാണോ? സന്തോഷം മാത്രമേ ഉള്ളൂ. സിനിമയിൽ ഉണ്ടാവാനാണ് പ്രധാനം. സിനിമയിലായിരിക്കുക നമുക്ക് പറ്റുന്നത് എന്ന് സംവിധായകനും തിരക്കഥാകൃത്തിനും തോന്നുന്ന കഥാപാത്രങ്ങൾ നമ്മളെ തേടിയെത്തുക, അത് ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിക്കുക. അതിൻ്റെ സന്തോഷമാണ്.